ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കഥ എന്ന് പറയാൻ നടക്കുന്നത്, ഇന്നലെ ഞാൻ വൈഫും കൂടി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലിനടുത്ത് മോള് കിടന്ന് ഉറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് ചെറിയ ചുമ, ജലദോഷം ഇതൊക്കെ ഉണ്ട്, ചെറുതായിട്ടുണ്ട്. പനിക്കണില്ല, അതുകൊണ്ടാണ്. പിന്നെ ആൾക്ക് അങ്ങനെ പഠിക്കാൻ പോകാൻ കാര്യമായിട്ട് മടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെറിയതായിട്ട് അസുഖം വരുമ്പോഴേക്കും വയ്യാന്നുകൊണ്ട് വീട്ടിലിരിക്കുന്ന കുട്ടികളെ പോലെയല്ല, ആൾ ക്ലാസ്സിലേക്കൊക്കെ പോകും. ഇപ്പോൾ 2-3 ദിവസമായി തുടങ്ങിയിട്ട് ദേവട്ടി മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ചെല്ലുമ്പോൾ ആൾ കിടക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എണീച്ച് വന്നു. നല്ല ക്ഷീണം ഉണ്ട് ആൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ദേവട്ടി കൊണ്ട് ചായ കുടിക്കാനായിട്ട് ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. ലൈവിൽ കൂടെ ഇരുന്നു ആൾ. പിന്നെ ഭക്ഷണം വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഉണ്ണിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറേ നിർബന്ധിച്ചിട്ടും കഴിക്കണമൊന്നുമില്ല. അവസാനം കഴിക്കുകയെന്നുകൊണ്ട് പിടിച്ചിരുത്തി. അപ്പോൾ ടി വി ഓണാക്കുമ്പോൾ ഞാൻ ഇന്നലെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം കാണാം, നെറ്റ്ഫ്ലിക്സിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് കാണാമെന്നുള്ള രീതിയിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ണിയോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആലേട്ടൻ്റെയും മമ്മൂട്ടിയും മുണ്ട് മടക്കി കുത്തിയിട്ടുള്ള ഇടിയാണെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിലെ ലൂസിഫറിലെ ഇൻട്രോൽ ബ്ലോക്ക് സീൻ പോലെ, ഇൻട്രോൽ കഴിഞ്ഞിട്ടുള്ള ഇൻട്രോൽ ബ്ലോക്കിൻ്റെ മെയിൻ സീൻ ഉണ്ടല്ലോ, മഞ്ജു വാര്യർ അവർ എല്ലാവരും കൂടി കൊല്ലാൻ വില്ലന്മാരെ ഗുണ്ടകൾ ഓടിക്കണതും ലാലേട്ടൻ വരുന്നതും എല്ലാവരും ഇടിച്ച് ഓടിക്കണതും, പിന്നെ വാട എന്നുള്ള സീനും കടവുള പോലെ എന്നുള്ള പാട്ടൊക്കെ, അതിൻ്റെ പുതിയ വേർഷൻ, ലൂസിഫറിൻ്റെ പുതിയ വേർഷൻ, എൻപുരാനിലെ പാട്ടൊക്കെ ആയിട്ടുള്ള സീനൊക്കെ കണ്ട് കുറച്ച് കാണുമ്പോഴേക്കും അതിൽ ഹോട്ട്സ്റ്റാർ പെട്ടെന്ന് സ്റ്റെക്കാവുണ്ട്. വൈഫൈയിൽ തന്നെയാണ് കണക്ട് ചെയ്തേക്കുന്നത് ടി വിയിൽ. അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്തിട്ട് വലിയേട്ടൻ വെച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ലാലേട്ടൻ്റെ സീൻ കണ്ടപ്പോൾ തന്നെ ആൾ കുറച്ച് ഉഷാറായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ വലിയേട്ടൻ വെച്ചു. വലിയേട്ടൻ്റെ സീനൊക്കെ വന്നപ്പോൾ ആൾ ഒന്നുകൂടി ഉഷാറായി ഭക്ഷണം മുഴുവൻ കഴിച്ചു കിട്ടാം. അത് കഴിഞ്ഞിട്ട് ഏകദേശം വലിയേട്ടൻ്റെ ഇൻ്റർവ്യൂ സീനിൻ്റെ NF വർഗീസിനോട് ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് കഴുത്തും അരയുന്ന ആൾ വലിയ വാളല്ല, അതിനെന്താ കളരിയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ വീശും. എന്നിട്ട് അവൻ്റെ കഴുത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, നീ എൻ്റെ പകുതി അഭ്യാസം ഇപ്പോൾ കണ്ടിട്ടുള്ളൂ, ബാക്കി പകുതി അഭ്യാസം കാണാനുള്ള കരളുറപ്പുണ്ടെങ്കിൽ മാത്രം വന്നുകൊണ്ട് നെറ്റിയും ഇങ്ങനെ തൊട്ടിട്ട് വിടും. അതിൻ്റെ ഇൻ്റർവ്യൂവിൽ സീൻ കഴിഞ്ഞ് യൂട്യൂബിലാണ് ബാക്കി ഇങ്ങനെ ഓരോ ഉണ്ണിക്ക് തന്നെ ഫൈറ്റ് സീൻ കണ്ടാവുന്നുണ്ട്, ഓരോരോ സീനുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ടി വിക്ക് നോക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ള ആൾ ബെൽറ്റ് എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ, സ്കൂളിൽ കൊണ്ടുപോകണത്. അപ്പോൾ അമ്മ പറഞ്ഞത് എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇനി പഠിക്കാൻ പോകണത് കാണില്ല എന്ന് പറയുന്നുണ്ട്. ദേവട്ടിയോടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ അത് ഭക്ഷണം കഴിച്ച് എണീച്ചു. അത് ഇൻ്റർവ്യൂവിൽ നമുക്ക് ദേവട്ടി മെല്ലെ കഴിക്കുള്ളൂ, അതുകൊണ്ട് ദേവട്ടി നിന്ന് കഴിക്കുന്നുണ്ട്. അമ്മ കഴിച്ചു, ഉണ്ണി കഴിച്ചു, ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുക, ആ ബെൽറ്റ് എടുത്തിട്ട് ഉണ്ണി അരയെ കെട്ടിയേക്കണ്ട, അര കെട്ടല്ല, ക്ലിപ്പ് ചെയ്തേക്കാം. അമ്മ അതെന്തപ്പോൾ ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വലിയേട്ടനിൽ മമ്മൂട്ടി അരയിൽ അയച്ചിട്ടുള്ള സീനില്ലേ അതിൻ്റെയാണ് കാണിക്കണേന്ന് പറഞ്ഞു. അതൊക്കെ അതിൻ്റെ ക്ലൈമാക്സ് സീനിൽ സിദ്ദിഖിനെ ഒരു പോലീസുകാരൻ കുറേ അടിയൊക്കെ ഇടിച്ചിട്ട് അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റാണ്ട് അവൻ ആകെ വിഷമിച്ചിട്ട് മനോജ് കെ ആരെന്നൊക്കെ ചോദിക്കുന്ന സീനൊക്കെ. അത് കഴിഞ്ഞിട്ട് മറ്റവനെ മാല പണയം വയ്ക്കാൻ പോകുമ്പോൾ കലാമണിയുടെ അനിയത്തിനെ കൊന്നാളെ പിടിച്ചിട്ട് ഇവർ കൊണ്ടുപോകണതും, ഒരു സ്ഥലത്ത് വെച്ചിട്ട് മമ്മൂട്ടി നല്ല ഇടിക്കണതും, രാജീവ് ദേവ് കൂടെ ഉണ്ട്. അപ്പോൾ പോലീസുകാരൻ വന്നിട്ട് സംസാരിക്കുന്നതും നൈസായിട്ട് ആളെന്നെ സൈഡിൽ കൊണ്ടുപോകും. ആ സൈഡിൽ കൊണ്ടുപോകുന്ന വലിയേട്ടൻ്റെ കഥ പറയുന്നല്ല കേട്ടോ, അപ്പോൾ ഉണ്ടായ സംഭവം പറയാം. അങ്ങനെ സൈഡിലേക്ക് കൊണ്ടുപോകും. സൈഡിൽ കൊണ്ടുപോയിട്ട് എന്തെന്നെ സാറിന് എന്നോട് ദേഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ തോർത്ത് ഈ മമ്മൂട്ടി തലയെ കെട്ടി മുണ്ടെടുത്തിട്ട് ഇതൊന്ന് കൈമ കെട്ടിയെന്ന് കണ്ടിട്ട് ഇങ്ങനെ കാണിക്കും. അങ്ങനെ അയാളത് കെട്ടി നന്നായി മുറുക്കിക്കുമെന്ന് പറയും. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു പാവം നിരപരാധിനെ 2 കൈയും കൂട്ടി കെട്ടിയിട്ട് നിനക്ക് ഇങ്ങനെ ഇടിക്കുമ്പോൾ നിനക്ക് സൂചിച്ചു, പക്ഷെ എനിക്ക് നിന്നെ ഇടിക്കണമെങ്കിൽ 2 കൈയും വേണ്ടെന്നുണ്ട്. അയാളെ കൈ ഇങ്ങനെ എടുത്തിട്ട് തലയുടെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് ഇടിക്കണ സീനുണ്ട്. അത് ഇടിക്കും. ഇടി കഴിഞ്ഞുകൊണ്ട് മൂപ്പരാൾ വന്നിട്ട് അച്ഛൻ്റെ കൈ ഒന്ന് കെട്ടിയെന്ന് പറയും. അപ്പോൾ ഞാൻ ഉണ്ണീരെ ഉടുപ്പോണ്ട് തന്നെ വേറെ ഉടുപ്പോടെ കിടന്നു മെല്ലെ ഇങ്ങനെ കെട്ടും. എന്നിട്ട് ഉണ്ണീരെ കൈൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കിടക്കില്ലല്ലോ, അപ്പോൾ കൈ ഇങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടാ. എന്നിട്ട് ആളിൻ്റെ വയറും അങ്ങനെ ഇടിക്കണ പോലെ മുട്ടോണ്ടൊക്കെ കാണിക്കുക. വലിയേട്ടനെ കുറിച്ച് പറയുമ്പോഴേ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ സംഭവം പറയുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല കേട്ടോ. വലിയേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വലിയേട്ടൻ ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് ടി വിയിൽ അന്ന് വന്നത് കൈരളിയിലാണ്. അത് ഭയങ്കര പരസ്യമായിട്ടുള്ള വിശേഷം. ഞാൻ മാമൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ഷാജിയാപ്പൻ്റെ വീട്ടിൽ നിന്നാണ് ഈ സിനിമ കാണുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സിനിമ അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് വിഷുവിൻ്റെ പ്രീമിയറായിട്ടാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങിയ സിനിമ രാത്രി 7:30 കഴിഞ്ഞത്. അതിൻ്റെ ഇടയിൽ പരസ്യം കുത്തി നിറച്ചിട്ട് എത്ര നേരം നോക്കി, 1 മണി മുതൽ 7 വരെ, ഏകദേശം 2-2.25 മണിക്കൂറുള്ള പടം എത്ര നേരം ആക്കണമെങ്കിൽ. ഇപ്പോഴും ആഴ്ചയില മാസത്തിലാണ്ട് ഒരു ദിവസം എന്നുള്ള പോലെ, മാസത്തിലെ ഒരു ദിവസം എന്നുള്ള രീതിയിലെങ്കിലും അവർ ഈ പടം എന്തായാലും ഇട്ടുണ്ടാവും.
അങ്ങനെ പ്രീമിയർ ചെയ്യുന്ന പടമാണ് അവർ വലിയേട്ടൻ. വർഷങ്ങൾക്ക് ശേഷം ഈ വർഷം തന്നെ 2025 വലിയേട്ടൻ 4K വന്നിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് കാണാത്തവരൊക്കെ പോയി കണ്ടു. ഞാൻ തിയേറ്ററിൽ നിന്നും കണ്ടില്ല, ഇനി 4K പ്രിൻ്റ് ഇറങ്ങുമ്പോൾ ഒന്നും കാണണം എന്നൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ ലേറ്റസ്റ്റ് അന്നത്തെ ടോപ്പ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് മമ്മൂട്ടി ഈ ഫൈറ്റ് സീനിൽ, ഇൻ്റർവൽ ഫൈറ്റ് സീനിൽ എന്നെ ഫറീസിനോട് നീ കൊണ്ടുവന്നിരിക്കുന്ന എത്തിക്കണ്ടന്മാരുടെ ബലത്തിലാണ് ഈ ഒരു വര അപ്പുറം കടന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കടന്നിട്ടുണ്ടെങ്കിൽ നീ ഇതറിയും, തല്ലിമ്പിടിയിൽ വള്ളുവനാടൻ ഹാജിയുടെ ശിഷ്യനാണ് മാധവൻകുട്ടി എന്നൊക്കെ മാധവനുണ്ണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ട്. അറയ്ക്കൽ മാധവനുണ്ണി എന്നൊക്കെ ഉണ്ട് സീനുണ്ട്. അപ്പോൾ അതിനെ വരയ്ക്കുമ്പോൾ കിട്ടാണ്ട് നല്ല മുകളിൽ നിന്നൊക്കെ കുറേ ബുദ്ധിമുട്ടെടുത്തത് ഇപ്പോഴുള്ള ടോപ്പ് ടെക്നോളജിയോട് കടപിടിക്കുന്ന രീതിയിലുള്ള ക്യാമറ ഒക്കെ മുകളിൽ വെച്ചിട്ടാണ് എടുത്തതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട്. നവാസ് എന്നല്ലേ പേര് നടൻ്റെ, അവൻ പറയുന്നത് കേട്ടു. ഒരു 4K റിലീസിന് മുന്നേറ്റ് പറഞ്ഞു കേട്ടു. അപ്പം അത്രത്തോളം മലയാള സിനിമയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരുപാട് കഥകളുണ്ട്. നരസിംഹത്തിലെ മമ്മൂട്ടിയുടെ റോളിനെ, നരി എന്നുള്ള റോളിനെ, ആ റോള് ചെയ്തതിന് പകരം ഒരു നല്ലൊരു ക്യാരക്ടർ കൊടുക്കാൻ പറഞ്ഞിട്ട് ഷാജി കൈലാസ് കൊടുത്ത പടമാണ് മമ്മൂട്ടിക്ക് വലിയേട്ടൻ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. പക്ഷേ മലയാള സിനിമയിൽ നരസിംഹം, വലിയേട്ടനൊക്കെ ശരിക്കും കത്തി കയറി നിന്ന സിനിമകൾ തന്നെയാണ്. അതിൽ വലിയേട്ടനൊരു നല്ല ഫാൻ ബേസ് ഉണ്ട്. മമ്മൂട്ടി ബെൻസിൽ വന്ന് ഇറങ്ങണത് മറ്റൊന്നും അതൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സാധനം തന്നെയാണ്. പിന്നെ ഇപ്പോൾ അവരുടെ ഗ്യാങ് അറിയാമല്ലോ, മമ്മൂട്ടി, മനോജ് കെ ജയൻ, സിദ്ദിഖ്, സുധീഷ്, പിന്നെ നവാസ്, പിന്നെ അപ്പുറത്താണെങ്കിൽ സായികുമാർ, ഭീമൻ രഘു, പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള ഭീമൻ രഘു, സായികുമാർ, NF വർഗീസ്, പിന്നെ കലാഭവൻ. അപ്പോൾ സ്റ്റാർ കാസ്റ്റ് കൊണ്ടായാലും എന്തുകൊണ്ടായാലും വലിയേട്ടൊക്കെ ഒന്നൊന്നര പടം തന്നെയായിരുന്നു. അത് അമ്മ കഴിഞ്ഞ ദിവസം കണ്ട് എന്നോട് അത് എന്നോടിക്കുമ്പോൾ എന്തെങ്കിലും തിയേറ്ററിൽ നിന്ന് കണ്ടതായിട്ട് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞ അമ്മോട്. അമ്മ ഇന്നലെ കുറേ കാലം ശേഷം കൊണ്ട് അമ്മ വലിയേട്ടനിൽ ഇങ്ങനെ കാണുന്നത് കേട്ടാ. അമ്മയും ഉണ്ണിയും കൂടി കുറേ ഫുള്ള് പടം നല്ല അടിച്ച് കളഞ്ഞിട്ടായാലും ഞങ്ങൾ ഫുള്ള് കണ്ടു കേട്ടാ. റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയേട്ടൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇത് കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ആരെങ്കിലും കൈരളിയിൽ വെച്ചിട്ട്, കൈരളി ചാനലിൽ വിഷുവിൻ്റെ അന്ന് വലിയേട്ടൻ ഉണ്ടായിണ്ടാ 1 മണി മുതൽ 7 വരെ സിനിമ കണ്ടതായിട്ട് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? സമയങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടാണ് പറയണത്. അപ്പോൾ നിങ്ങൾ വലിയേട്ടൻ കണ്ട നിങ്ങളുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ കഥ പറയാമെൻ്റെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലത്തെ വിശേഷം വലിയേട്ടൻ മോള് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഇമ്പാക്റ്റാണ്. ആൾ വൈക്കൊന്നും വേണ്ട എന്നിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ആൾ വലിയേട്ടൻ ഫുള്ള് കണ്ടപ്പോൾ ഫുള്ള് ചാർജായി. അച്ഛൻ വന്ന് നമുക്ക് ഇടിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇടിച്ച് ഫുള്ള് ചാർജായ വിശേഷം. ഇതിൻ്റെ ഒപ്പം വലിയേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞതാണ്. ഷാജി കൈലാസിൻ്റെ 6-ാം തമ്പുരാൻ, നരസിംഹം, വലിയേട്ടൻ, ആ ലിസ്റ്റിൽ ഒരുപാട് പടങ്ങളുണ്ട്. നമ്മളെ ഞെട്ടിച്ച പടങ്ങളൊന്നും തന്നെയാണ് വലിയേട്ടൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ബായ്.